ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പറഞ്ഞാൽ തുടരുമെന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ തുടരുമെന്ന സിനിമയെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമ ഞാൻ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ മാറ്റിന് ഷോ ഒക്കെയാണ് കണ്ടത്, 5 മണിക്കാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് റിവ്യൂ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് തുടരുന്ന സിനിമയെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു ഫാൻ ബോയ് മൂവി എന്താണെന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു തരുൺമൂർത്തി എന്ന ഡയറക്ടർ ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് സിനിമകളെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം. പ്രീവിയസ് സിനിമകളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഇത് 3ാം സിനിമയാണ്. ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാവ എന്ന സിനിമയാണ്. അതുപോലെ തന്നെ 2ാം സിനിമ സൗദി വെള്ളയ്ക്ക എന്ന സിനിമയാണ് സിനിമ എന്ന് പറയുന്നത്. ഇതിൽ ഓപ്പറേഷൻ ജാവ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വളരെയധികം നല്ലൊരു സിനിമ തന്നെയാണ് ഓപ്പറേഷൻ ജാവ എന്ന സിനിമ. ഈ ഒരു ഡയറക്ടർ ലാലേട്ടൻ്റെ ഒരു കട്ട ആരാധകനായതുകൊണ്ട് തന്നെ നമ്മൾ കുറേയധികം ഫാൻസ് ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു റോളിൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാൻസിൻ്റെയൊക്കെ ആഗ്രഹം എടുത്തുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഡയറക്ടർ ഈ സിനിമ എടുത്തിട്ടുള്ളത്. പലരും പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പല ഡയറക്ടേഴ്സും പറയാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പോൾ ലാലേട്ടൻ്റെ ചില സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ വന്ന പഴയ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വന്ന സിനിമകളൊക്കെ പരാജയപ്പെട്ട് പോയിട്ടാണുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിൽ പഴയ ലാലേട്ടനെ ആ ഒരു സ്റ്റാറിനെ മാത്രമാണ് മിക്ക ഫാൻ ബോയ്സും നോക്കാറുള്ളത്. പക്ഷേ ഇതൊരു സ്റ്റാറിനെ മാത്രമല്ല, ലാലേട്ടനെ പെർഫോം ചെയ്യാനുള്ളത് കൊണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും ലാലേട്ടൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഫൈറ്റ് ഉണ്ട് ഇതിൽ. ഇങ്ങനെ വേറെ ലെവലായിട്ട് തന്നെ ഈ സിനിമ ഇദ്ദേഹം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മോഹൻലാൽ ആസ് എ സ്റ്റാർ ആൻഡ് ഓൾസോ ആൻ ആക്ടർ ഇതിൽ മികച്ച പ്രകടനം തന്നെയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഈ ഒരു ഡയറക്ടറിനെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ശോഭനയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ശോഭനയുടെ പെർഫോമൻസൊക്കെ വളരെയധികം മികച്ച പെർഫോമൻസിനെയാണ് ഈ സിനിമയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ കോംബോയൊക്കെ വളരെയധികം മികച്ച രീതിക്ക് തന്നെ ഈ ഡയറക്ടർ കാണിച്ചു തന്നിട്ടുണ്ട്. കുറേയധികം വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ നന്നായിട്ട് തന്നെ ഈ ഒരു ഡയറക്ടർ അവരുടെ കെമിസ്ട്രി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ വില്ലൻ ഒരു പുതിയ ആക്ടറാണെന്നാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രകാശ് വർമ്മ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇതൊരു ഡയറക്ടറാണ്, അതിൻ്റെ പരസ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണ ഒരു ഡയറക്ടറാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു നോക്കിയപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം വളരെയധികം മികച്ച രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ മോഹൻലാലിന് തന്നെ ടഫ് കൊടുക്കുന്ന രീതിക്കാണ് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വില്ലൻ്റെ ഒരു റൈറ്റിങ് തന്നെ വളരെയധികം അടിപൊളിയാണ്. ഈ ഒരു വില്ലൻ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്ന രീതിയും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള മേഖലകളിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ചെയ്തിരിക്കുന്നത് ഷാജി കുമാർ എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ വേറെ ലെവലാണ് ഈ സിനിമയിൽ. ആ സിനിമയിലേക്ക് ലൈറ്റ് ഇരുത്താൻ വേണ്ടിയിട്ട് സിനിമാറ്റോഗ്രാഫിക്ക് നല്ലൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീക്സ് ബിജോയുടെ മ്യൂസിക് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ജീക്സ് ബിജോയ്. പക്ഷേ ഇദ്ദേഹം പലപ്പോഴും അണ്ടർ റേറ്റഡ് ആയി പോകുന്നു എന്ന് തോന്നാറുണ്ട്. ഇതിൻ്റെ ഒരു സോങ് ഉണ്ട്, അത് ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ തുടക്കത്തിൽ തുടരുമെന്ന സിനിമയുടെ ആ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് മോഹൻലാലിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സോങ് ഉണ്ട്. എൻ്റെ പഴയ ഫോട്ടോകളൊക്കെ കാണിച്ചിട്ടുള്ളത് കഥ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അത് വളരെയധികം മികച്ച രീതിക്ക് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ജെയ്സ് ബിജോയ് ആ സിനിമയിലേക്ക് നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്, ആ സിനിമയുടെ ആ വേൾഡിലേക്ക് നമ്മളെ ഇരുത്താൻ വേണ്ടിയിട്ട് ആ സോങ് വളരെയധികം നല്ല പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇൻ്റർവെല്ലിനോടൊക്കെ അടുക്കുമ്പോഴുള്ളൊരു സീനിൽ വരുന്ന ഒരു മ്യൂസിക് ചെറുതായിട്ടൊന്ന് കയറി വന്ന് പിന്നെ തുടങ്ങുന്ന ഒരു സീനുണ്ട്. മ്യൂസിക്കൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്കായി പോകുന്ന ഒരു സീനുണ്ട്. അത് ബ്ലെൻഡായിട്ട് തന്നെ ഓരോ സീനിന് ആവശ്യമായിട്ടുള്ള മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു മ്യൂസിക് ആ സിനിമയുടെ ബ്ലെൻഡ് ആവുന്ന രീതിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ജീക്സ് ബിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സോങ്സും വളരെയധികം നല്ല സോങ്സ് തന്നെയാണ്. നന്നായിട്ട് തന്നെ ആ സോങ്സൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ ലിറിക്സൊക്കെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റണ്ട് സിൽവ എന്ന സ്റ്റണ്ട് ഡയറക്ടറാണ്. ഇദ്ദേഹം തന്നെയാണ് എമ്പുരാൻ്റെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടും കൂടിയാണ് ഈ ഒരു സ്റ്റണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് മോഹൻലാലിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
വളരെ റിയലിസ്റ്റിക് ആയിട്ട് കൂടി ഈ ഒരു സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മറ്റേ പോലീസ് സ്റ്റേഷനിലത്തെ ഒരു ഫൈറ്റ് ഉണ്ട് പ്രീ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഫൈറ്റ് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഫൈറ്റ് ഒരു മാസ് പ്ലസ് ക്ലാസ് ഫീലോടെ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റണ്ട് ആക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ആ സീനിലുള്ള ക്യാമറ, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫറുടെ സിനിമാറ്റോഗ്രാഫിയും അങ്ങനെ എല്ലാം ആ ഒരു ഫൈറ്റ്, അതുപോലെ തന്നെ മ്യൂസിക്കും അങ്ങനെ എല്ലാം കൂട്ട് ആ ഫൈറ്റ് വളരെയധികം മികച്ചതായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. തുടരുമെന്ന സിനിമ നിങ്ങൾ മോഹൻലാൽ ഫാൻ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ് തുടരും. തിയേറ്റർ എക്സ്പീരിയൻസ് അറിയിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തുടരും. കാരണം ഞാൻ ഫാൻസിൻ്റെ ഒക്കെ ഇടയിൽ നിന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ വളരെയധികം മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. മോഹൻലാൽ എന്നാലും പേര് എഴുതി കാണിക്കുമ്പോൾ തന്നെ വളരെയധികം രോമാഞ്ചിഫിക്കേഷനൊക്കെ ആയിരുന്നു. ചില സീനൊക്കെ കണ്ടപ്പോൾ രോമാഞ്ചം വന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടരുമെന്ന സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.